ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS അഥവാ പരിസര പഠനമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം EVS എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും മലയാളം മീഡിയത്തിലെ കൂട്ടുകാർക്ക് മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ടീച്ചർ 2 മീഡിയക്കാരുടെയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വൃത്തിയും ആരോഗ്യവും. അമ്മുവും അച്ചുവും വിനോദയാത്രയ്ക്ക് പോയി. അവർ അവിടെ കണ്ട ഹോട്ടലിലെ അടുക്കളയിലെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ, ആ ഒരു ഹോട്ടലിൻ്റെ ചിത്രം നോക്കൂ. ഒട്ടും തന്നെ വൃത്തിയില്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് അല്ലേ. അതുപോലെ തന്നെ എലി, ഈച്ച തുടങ്ങിയ ഒരുപാട് ജന്തുക്കളും അവിടെയുണ്ട് അല്ലേ. അതിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും ആളുകൾക്ക് കൊടുക്കുന്നതുമെല്ലാം. അപ്പം നോക്കിക്കേ മക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കളുടെ അഭിപ്രായമാണ് അവിടെ എഴുതേണ്ടത്. എന്താണ്, ഈ ഇത്തരം വൃത്തിയില്ലാത്ത ഹോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല അല്ലേ. കഴിച്ചാൽ അത് എന്തിന് കാരണമാകും, ഒട്ടേറെ രോഗങ്ങൾ വരാനിടയാകും അല്ലേ. അവിടെ കണ്ടാൽ നമുക്കറിയാം, ഈച്ചയും എലിയും പോലുള്ള ഒത്തിരി ജീവികൾ അവിടെയുണ്ട്. അവയിൽ നിന്നൊക്കെ ഒത്തിരി അസുഖങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ രോഗങ്ങൾ വരാനാണ് മക്കളെ സാധ്യത? വയറിളക്കം, കോളറ, മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും പതിപ്പിക്കാൻ പരിസര ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ കൂടി തയ്യാറാക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ കൂടി തയ്യാറാക്കി പഠിച്ചിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടീച്ചർ മലയാളത്തിലും അതിനുശേഷം പറയാവേ. നോക്കൂ. മൈ ഗാർഡൻ. ഹൈ പെസ്റ്റിസൈഡ്സ് ഇൻ വെജിറ്റബിൾസ്. ഹൈ റേറ്റ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പേഷ്യൻസ്. Have you read the headlines from the newspaper? It tells us the need to make our own kitchen garden. What are the preparations to be made to make a vegetable garden? അതായത് എന്താണ് നമുക്ക് അവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ആദ്യം കുറച്ച് പത്രങ്ങളിലൊക്കെയുള്ള ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. അതിലെന്താണ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പെസ്റ്റിസൈഡ്സ്, അതായത് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്. It tells us the need to make our own kitchen garden. What are the preparations to be made to make a vegetable garden? അതായത് ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് മക്കളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മളൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണേ? ചൂസ് ക്വാളിറ്റി സീഡ് അല്ലേ. നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചൂസ് ഫെർട്ടൈൽ സോയിൽ. ഏതെങ്കിലുമൊക്കെ മണ്ണിൽ കൊണ്ടിട്ട് വിത്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവുമോ? ഇല്ല അല്ലേ. നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നോക്കിക്കേ, എൻഷുവർ വാട്ടർ അവൈലബിലിറ്റി. അതായത് നമുക്ക് അവിടെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട് അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കലവറ നിറയ്ക്കൽ. ഓണസദ്യയുടെ ഭാഗമായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച കലവറ നിറയ്ക്കൽ പരിപാടി ലഭ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ, ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ചിത്രം നിരീക്ഷിച്ച് ചുവടെയുള്ള പട്ടികയിൽ വിട്ടുപോയവ കൂട്ടിച്ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് ടേബിളാണ് താഴെ തന്നിട്ടുള്ളത്? ധാന്യങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്ന് പറയുന്നൊരു ടേബിളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ഓരോ ഇനത്തിലും പെടുന്നവ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഒരു കോളത്തിൽ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ആദ്യം ധാന്യങ്ങളല്ലേ. അതിലേതൊക്കെ ഉൾപ്പെടും മക്കളെ? വീറ്റും റൈസും ഒക്കെയാണ് അല്ലേ. അരിയും ഗോതമ്പൊക്കെ ധാന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതിനുശേഷം വെജിറ്റബിൾസ് അല്ലേ, പച്ചക്കറികളിൽ ഏതൊക്കെയാണ് നമുക്ക് അവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്? വഴുതനയുണ്ട്, വെണ്ടയ്ക്കയുണ്ട് അല്ലേ. ഇനി ഒരു പക്ഷേ പിക്ചർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകളൊക്കെ എഴുതുക കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, പയറുവർഗ്ഗങ്ങളാണ്. ഏതൊക്കെയാണ്? കടല, ചെറുപയറൊക്കെ അതിൽ പെടും അല്ലേ. അടുത്തത് കിഴങ്ങ് വർഗ്ഗത്തിൽ ഏതൊക്കെ വരും? മരച്ചീനി, ചേമ്പ് അല്ലേ. ഇലക്കറികളിൽ ചീര, മുരിങ്ങയില അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കുക കേട്ടോ. കൂടുതൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കിഴങ്ങ് വർഗ്ഗങ്ങളുടെയൊക്കെ പേരുകൾ കൂടി മക്കൾ പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി
വീഡിയോയിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ഒരു കൊളാഷ് തന്നിട്ടുണ്ട് അല്ലേ. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്? പോഷകാഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ആരോഗ്യം നിലനിർത്തുക, പോഷകക്കുറവ് പരിഹരിക്കാൻ സർക്കാർ പരിപാടി, കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തും മന്ത്രി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ആഹാരത്തിലെ പോഷകങ്ങളുടെ കുറവ് പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിന് ആഹാരത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം, എന്തെല്ലാം ഒഴിവാക്കണം, പട്ടികപ്പെടുത്തുക. എന്നിട്ട് മക്കൾക്ക് അവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടവ എന്ന് പറഞ്ഞ 2 ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റൂലേ. എന്തൊക്കെയാണ് മക്കളെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പഴങ്ങൾ, മുട്ട, പാല്, പച്ചക്കറികളൊക്കെയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ്? ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കണം അല്ലേ. പിന്നെ നിറങ്ങൾ ചേർത്ത പാനീയങ്ങൾ, മിഠായി, ഷവർമ പോലുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. നോക്കിക്കേ, അടുത്ത പ്രവർത്തനം ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ക്ലീൻലിനെസ് ആർ ഗോയിങ് on in the school. The teachers as well as the members of Sujitha Club were part of these activities. Given below are the objects they collected while cleaning. Write down on the objects which do not decompose in soil. അതായത് മക്കളെ, നമ്മുടെ സ്കൂളും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ശുചിത്വ ക്ലബിലെ മെമ്പേഴ്സ് എല്ലാം കൂടി എന്ത് ചെയ്തു, അവിടെയുള്ള ഒരുപാട് ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വേസ്റ്റ് ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കളക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെയാണ് നമുക്ക് അവിടെ താഴെ തന്നിട്ടുള്ളത്. ഓരോ സാധനങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മുടെ സോയിലിൽ ഡീകമ്പോസ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ മണ്ണിൽ അലിഞ്ഞ് ചേരാത്തത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ആദ്യം നമുക്ക് കളക്റ്റഡ് ഒബ്ജക്ട്സ് നോക്കാം അല്ലേ. അതായത് അവർ ശേഖരിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ബനാന പീൽ, അതായത് നമ്മുടെ പഴത്തൊലിയിലെ ലീവ്സ്, ന്യൂസ് പേപ്പർ, തെർമോകോൾ, പ്ലാസ്റ്റിക് കവർ, വുഡ് പീസസ്, ക്ലോത്ത് മാസ്ക്, ഫുഡ് വേസ്റ്റ്, ചോക്ലേറ്റ് റാപ്പർ, സ്ട്രോ, പ്ലാസ്റ്റിക്, ബലൂൺസ്, ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ഡീകമ്പോസ് ഇൻ സോയിൽ അല്ലേ. നമ്മുടെ സോയിലിൽ ഡീകമ്പോസ് ചെയ്യാത്ത ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെയാണ് മക്കളെ? ഇതെല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഏതൊക്കെയാണ്? തെർമോകോൾ, പ്ലാസ്റ്റിക് കവർ, ചോക്ലേറ്റ് റാപ്പർ, പ്ലാസ്റ്റിക് സ്ട്രോ, ബലൂൺസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ഡിസ്പ്ലേ പോസ്റ്റേഴ്സ് on different areas in the school to convey the message no soil no life. Prepare suitable sentence to be included in the poster. അപ്പോൾ നമ്മൾക്ക് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്ത് കൺവേ ചെയ്യാനാണ്? നോ സോയിൽ നോ ലൈഫ് അല്ലേ. മണ്ണില്ലെങ്കിൽ എന്തില്ല, ജീവൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാനായിട്ടൊരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നോക്കൂ, നമുക്ക് എന്ത് എഴുതാം നോക്കിക്കേ. സേവ് സോയിൽ സേവ് എർത്ത് അല്ലേ. സേവ് സോയിൽ സേവ് എർത്ത്. റെഡ്യൂസ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ ലൈഫ്. റെഡ്യൂസ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ ലൈഫ്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചിട്ട് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, മക്കൾക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഹെൽത്ത് ഈസ് വെൽത്ത്. ഒബ്സർവ് ദി പിക്ചർ. മക്കൾക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് മക്കളത് പറഞ്ഞത് ഇതാണ്: ഫൈൻഡ് ദി സിറ്റുവേഷൻസ് ഫ്രം ദി പിക്ചർ ദാറ്റ് സ്പ്രെഡ് ഡിസീസസ്. അതായത് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള എന്തൊക്കെ സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രോഗങ്ങൾ പകരാനുള്ള എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് എന്ന് മക്കളത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്?
പിക്ചർ വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ പിക്ചർ എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് കൂട്ടുകാർ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. നോക്കിക്കുക മക്കളെ, ഒരു വൃത്തിയില്ലാത്തൊരു പ്ലേസ് ആണ് അല്ലേ. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൊതുക് പോലുള്ള ജീവികളെല്ലാം അതിൽ പറന്ന് നടക്കുന്നുണ്ട് അല്ലേ. വേസ്റ്റ് ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട്, അഴുക്ക് വെള്ളമുണ്ട്. പിന്നെ അവിടെയുള്ള കിണറിനാണെങ്കിൽ എന്തില്ല, നന്നായിട്ട് കിണർ കവർ ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ളൊരു പിക്ചറാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പം ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ മക്കൾക്ക് മനസ്സിലാവും അവിടെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അല്ലേ ഡിസീസ് ഉണ്ടാവാനായിട്ടുള്ള. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് ഒന്ന് എഴുതുക കേട്ടോ. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രവർത്തനമായിരിക്കും നിങ്ങളുടെ സ്കൂളിലൊക്കെ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ആ നോട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. We have to keep the water unpolluted. Write any 4 diseases that spread through water. അതായത് വെള്ളത്തിലൂടെ പകരുന്ന ഡിസീസസ് അഥവാ രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് മക്കളടുത്ത് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ? മഞ്ഞപ്പിത്തം, വയറിളക്കം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിലൂടെ സ്പ്രെഡ് ആവുന്നതാണ് അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ആർ as important as the environmental hygiene. Find out the bad health habits from the following list and put a into mark. ഓക്കെ മക്കളെ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് താഴെ തന്നിട്ടുള്ള 4 കാര്യങ്ങളിൽ ഏതാണ് ബാഡ് ഹെൽത്ത് ഹാബിറ്റ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് ഇൻറ്റു മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, തെറ്റിടാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, യൂസ് ബോൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, അതായത് നമ്മൾ കുടിക്കാനായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, ഗുഡ് ഹാബിറ്റാണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ടോയ്ലറ്റ് അറ്റ് ഓപ്പൺ സ്പേസസ്. ടോയ്ലറ്റ് അറ്റ് ഓപ്പൺ സ്പേസസ് അത് നല്ല കാര്യമാണോ, നല്ല ഹാബിറ്റാണോ? അല്ല, ബാഡ് ഹാബിറ്റാണ് അല്ലേ. അപ്പോൾ അവിടെയാണ് മക്കൾ തെറ്റിടേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളതിൽ ബാഡ് ഹെൽത്ത് ഹാബിറ്റ് ഇല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ EVS അഥവാ പരിസര പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.